പി. സുനിൽ, ഒരുപക്ഷെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയാനല്ല വന്നത് എന്ന് തോന്നിപ്പിക്കുമാറുള്ളൊരു പത്രസമ്മേളനമാണ് നടത്തിയത്. SIR-നെ കുറിച്ച് പറയുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വളരെ വിശദമായി തന്നെ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയാൻ ശ്രമിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിനമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രസമ്മേളനം വിളിച്ചു എന്നതാണ് ഒരു പ്രത്യേകത. രണ്ട്, രാജ്യത്തെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവ്, പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്ന് നേരിട്ട് മറുപടി പറയുകയാണ്. പ്രസ് റിലീസ് അല്ലാതെ, മറ്റേതെങ്കിലും തരത്തിലുള്ള ഉത്തരവുകളല്ലാതെ, മറ്റേതെങ്കിലും സോഴ്സ് വഴിയല്ലാതെ. അങ്ങനെ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഉയർത്തിയ വിഷയങ്ങളിൽ വ്യക്തത വരുത്തിയോ? പി. സുനിൽ. വ്യക്തത വരുത്തിയില്ല എന്ന് മാത്രമല്ല, കൂടുതൽ സങ്കീർണമാക്കി ഈ വിഷയത്തെ മാറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഏതാണ്ട് 1.5 മണിക്കൂറിലധികം നീണ്ട ഈ വാർത്താ സമ്മേളനം ഞാൻ മുഴുവനായും കേട്ടതാണ്. ഈ വാർത്താ സമ്മേളനം സൂക്ഷ്മമായി പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. ഇത് തീർച്ചയായും ഈ ഒരു വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കും, രാഷ്ട്രീയ സംഘർഷമാക്കി ഈ വിഷയത്തെ മാറ്റാൻ പോകുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ശാസ്ത്രീയമായ ഒരു മറുപടി നൽകുന്നതിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയില്ല എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. രാഹുൽ ഗാന്ധി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ മഹാദേവപുരം എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലെ നിയമസഭാ മണ്ഡലത്തിലെ ഒരു പോളിംഗ് ബൂത്തിൽ ഒരു ഇടുങ്ങിയ വീട്ടിൽ 80 വോട്ടർമാർ എങ്ങനെ ചേർന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞോ? ഇല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞില്ല. ബീഹാറിലെ പുതുക്കിയ വോട്ടർ പട്ടികയിൽ 22 ലക്ഷം പേർ മരിച്ചു എന്ന് പറഞ്ഞ് 65 ലക്ഷം പേരെ ഒഴിവാക്കിയതിൽ 22 ലക്ഷം പേർ മരിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. പക്ഷേ ഈ മരിച്ചു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ പറയുന്ന ആളുകൾക്കൊപ്പം ഇരുന്ന് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ചായ കുടിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞില്ല. ഇന്ന് റിപ്പോർട്ടർ കളക്റ്റീവ് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം നേരിട്ട് നടത്തിയ, ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങൾ ഈ വിഷയത്തിൽ നേരിട്ട് പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ റിപ്പോർട്ടർ കളക്റ്റീവ് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം നടത്തിയ പരിശോധനയിൽ, ബീഹാറിലെ പുതിയ വോട്ടർ പട്ടികയിൽ നടത്തിയ പരിശോധനയിൽ ബീഹാറിലെ 3 മണ്ഡലങ്ങളിൽ 80,000-ലധികം കള്ളവോട്ടുകൾ ചേർത്തു എന്നാണ് ഈ റിപ്പോർട്ടർ കളക്റ്റീവ് എന്ന് പറയുന്നത്. ബീഹാറിലെ പിപ്ര, ബാഘ, മോട്ടിഹാരി എന്ന് പറയുന്ന 3 നിയമസഭാ മണ്ഡലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 80,000 വോട്ടുകൾ, ഒരു മണ്ഡലത്തിൽ 25,000-ലധികം വോട്ടുകൾ ചേർത്തു എന്നാണ് പറയുന്നത്. അതിൽ ഗലിപ്പൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടഡ്രസ്സിൽ 509 വോട്ടുകൾ പുതുതായി ചേർത്തു എന്ന് ഈ വോട്ടർ പട്ടിക ചൂണ്ടിക്കാണിച്ച് റിപ്പോർട്ടർ കളക്റ്റീവ് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വീടേ ഇല്ല. ഇനി ഇതേ വില്ലേജിലെ മറ്റൊരു വീട്ടിൽ ഇതുപോലെ 459 വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വീടും ആ ഗ്രാമത്തിലില്ല. ഇതുപോലെ 350 കേസുകളുണ്ടെന്നാണ് ഈ റിപ്പോർട്ടർ കളക്റ്റീവ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പൊതുസമൂഹത്തിലുള്ള വിഷയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശാസ്ത്രീയമായി എന്തെങ്കിലും മറുപടി പറഞ്ഞോ? രാഹുൽ ഗാന്ധി മഹാദേവപുരയിലെ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് രാഹുൽ ഗാന്ധി സ്ക്രീനിലൊക്കെ തന്നെ ഇത് കാണിച്ചാണല്ലോ ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതേക്കുറിച്ച് അന്വേഷിച്ച് രാഹുൽ ഗാന്ധി ഈ പറഞ്ഞതിൽ ചില പിഴവുകളുണ്ട് എന്ന് പറഞ്ഞില്ല. ഇത് ശരിയാണ്, ഇതേക്കുറിച്ച് അന്വേഷിച്ച് പോരായ്മകൾ പരിഹരിക്കും എന്ന് പറഞ്ഞില്ല. അതിനു പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധിയെ പൊളിറ്റിക്കലി അറ്റാക്ക് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണോ പ്രതിപക്ഷത്തെ നേരിടുന്നത്, ആ നിലയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് രാഹുൽ ഗാന്ധിയോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ മാറ്റിയെടുക്കുകയാണ് ഇന്ന് ചെയ്തത്. എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയാണ്, രാഹുൽ ഗാന്ധി ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ്, രാഹുൽ ഗാന്ധി മാപ്പ് ചോദിക്കണമെന്ന്, അഫിഡവിറ്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ രാഹുൽ ഗാന്ധിക്കെതിരെ മറുപടി നൽകിക്കൊണ്ട് അനുരാഗ് താക്കൂർ, BJP നേതാവ്, മുൻ കേന്ദ്രമന്ത്രി, ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയനാട്ടിൽ കള്ളവോട്ടുകൾ ചേർത്തു എന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് അനുരാഗ് താക്കൂറിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഫിഡവിറ്റ് ചോദിക്കാത്തത്? അനുരാഗ് താക്കൂറും പറഞ്ഞല്ലോ കള്ളവോട്ട് വയനാട്ടിൽ ചേർത്തു എന്ന്. പക്ഷേ എന്തുകൊണ്ട് അനുരാഗ് താക്കൂറിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അഫിഡവിറ്റ് വേണ്ട? അപ്പോൾ ഇത് ഈ ദിവസം എന്നതിന്, ഇന്ന് ഞായറാഴ്ച അവധി ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയെന്ന് മാത്രമല്ല, ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് വോട്ട് അധികാർ യാത്ര നടത്തുന്ന ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ ആ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഈ പ്രതിപക്ഷത്തെ രാഷ്ട്രീയമായി നേരിടുന്ന ഒരു നിലപാടിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നത് തീർച്ചയായും ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും വലിയ അപകട സൂചനയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാം. ഇന്ന് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പറഞ്ഞു, ചില വാനരന്മാർ ഉയർത്തിയ
ചോദ്യങ്ങൾക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുമെന്ന്. അപ്പോൾ ചില വാനരന്മാർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് മറുപടിയാണ് കൊടുക്കുക എന്ന് സുരേഷ് ഗോപിക്ക് വ്യക്തമായി അറിയാവുന്ന തരത്തിലാണ് ഇന്ന് കാര്യങ്ങളൊക്കെ തന്നെയുള്ളത്. അപ്പോൾ ഇത് വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ മാറ്റിയെടുത്തു. ഇത് വളരെ ശാസ്ത്രീയമായി രാഹുൽ ഗാന്ധി ഉന്നയിച്ച പരാതികളിൽ ഒരു പരിശോധന നടത്തി ഇക്കാര്യങ്ങൾ പരിഹരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി ഇതൊരു വലിയ രാഷ്ട്രീയ സംഘർഷമായി ജനാധിപത്യ സംവിധാനത്തിലെ വലിയൊരു പ്രതിസന്ധിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ വിഷയത്തെ മാറ്റിയിരിക്കുകയാണ്. താങ്ക് യു. Meet the editors.